കഴിഞ്ഞ ദിവസം കടക്കൽ ക്ഷേത്രത്തിൽ ഡിവൈഎഫ്ഐയുടെ ഗാനം ആലപിക്കുകയും കൊടിയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഹൈക്കോടതി പോലും അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിൽ മറ്റു ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. തലശ്ശേരി മണ്ണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണമുണ്ടായതിനെക്കുറിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുവാൻ സ്പീക്കർ എൻ ഷംസീർ അനുവദിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ക്ഷേത്രോത്സവം സംബന്ധിച്ച വിഷയം പൊതുപ്രാധാന്യമുള്ളതല്ലെന്നും അടിയന്തര സ്വഭാവമില്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രോത്സവത്തെക്കുറിച്ചല്ല, പോലീസിനെ ആക്രമിച്ചതിനെ കുറിച്ചാണ് നോട്ടീസ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയും ചെയ്തു. സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും സതീശൻ വഴങ്ങിയില്ല. സർക്കാരിൻ്റെ സൗകര്യം അനുസരിച്ചല്ല അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതെന്നും ശരിയായ നടപടിയല്ല ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്പീക്കറുടെ നടപടി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആക്രമണത്തിന് ഇരയായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് സേനയുടെ ആത്മവീര്യം തകർക്കുമെന്നും ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ 3 പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയെന്ന് സതീശൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. തെയ്യം കടന്നുപോയപ്പോൾ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷം. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച തലശ്ശേരി സ്റ്റേഷനിലെ പോലീസുകാരെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്, പോലീസ് കാവിൽ കയറി കളിക്കണ്ട, കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരും കാണില്ല എന്ന് CPMകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIRലുള്ളത്. വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിച്ചു. പിന്നീട് വനിതാ SIയെയും സ്ഥലം മാറ്റി. ക്രിമിനലുകൾക്ക് കുടപിടിച്ച് കൊടുക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനിലുള്ള അവാർഡ് കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ SIമാർക്കാണ് ഈ ദുരന്തമുണ്ടായത്. ഇത് സംസ്ഥാനമാകെ ആവർത്തിക്കപ്പെടുകയാണ്. SFI നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അമ്പലങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? RSS അമ്പലങ്ങളിൽ പോയി ഗണഗീതങ്ങൾ പാടുന്നത് പോലെ CPMും ഇറങ്ങിയിരിക്കുകയാണ്. കടക്കൽ ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ എന്ന ഗാനമേളയാണ് നടത്തിയത്. പാട്ടുപാടുമ്പോൾ സ്റ്റേജിന് പിന്നിൽ അരിവാൾ ചുറ്റിക നക്ഷത്രവും DYFIയുടെയും CPMൻ്റെയും ബോർഡുകളും പ്രദർശിപ്പിക്കുന്നു. ഇവർ BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കുകയാണ്. പാർട്ടി തന്നെ പോലീസും കോടതിയുമാകാൻ ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, കേരളമാണ്. ഈ വിഷയം വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർത്ത് കളയുന്ന സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത്. സർക്കാർ പ്രതിരോധത്തിലായതുകൊണ്ടാണ് നോട്ടീസ് ചർച്ച പോലും അനുവദിക്കാതെ തള്ളിയത്. അതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്തത്. വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയാണ് ആക്രമിച്ചത്. പോലീസുകാരനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. സംഘർഷമുണ്ടാക്കിയ ഒരാൾ നേരത്തെ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്നത് തിരിച്ചറിഞ്ഞ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ CPM പ്രവർത്തകർ സംഘമായി വന്ന് അയാളെ മോചിപ്പിച്ചു. ഞങ്ങളോട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ആരും കാണില്ലെന്ന ക്രിമിനലുകൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി. വനിതാ SIയെയും സ്ഥലം മാറ്റി. ക്രിമിനലുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനാവുക? ആക്രമണത്തിന് വിധേയരായ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. കുറച്ച് ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ള ഭക്തരെ ശല്യപ്പെടുത്തുന്നത് കണ്ട് അവരോട് മാറി നിൽക്കാൻ വനിതാ SI പറഞ്ഞപ്പോൾ ആകുമെങ്കിൽ മാറ്റിക്കോ എന്ന് കയർത്ത് സംസാരിച്ച ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയപ്പോൾ 40ഓളം പേർ ചേർന്ന് ബലമായി മോചിപ്പിച്ചെന്നും FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ അസഭ്യവർഷം നടത്തിയതായും FIRലുണ്ട്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയ CPM ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരകളായ പോലീസുകാരെ സ്ഥലം മാറ്റി CPMനോട് കളിക്കേണ്ടെന്ന ക്രിമിനലുകളുടെ വാക്കുകൾക്കാണ് മുഖ്യമന്ത്രി അടിവരയിട്ട് കൊടുത്തത്. കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ SIമാർക്കാണ് ഈ ദുരന്തമുണ്ടായത്. ഇത് സംസ്ഥാനത്തെ ഉടനീളം ആവർത്തിക്കപ്പെടുകയാണ്. SFI നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിനക്ക് വേറെ പണിക്ക് പൊയ്ക്കൂടെ എന്നാണ് SFI നേതാക്കൾ ചോദിച്ചത്. ചാലക്കുടിയിൽ വണ്ടിയടിച്ച് തകർത്ത ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അറസ്റ്റിലായവരെ ബലമായി മോചിപ്പിച്ചു. നന്നായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. മൈക്ക് കെട്ടിവെച്ചാണ് കാലുവെട്ടുമെന്നും കൈവെട്ടുമെന്നും CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നത്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പാർട്ടിക്കാരെ തൊടേണ്ടെന്ന സന്ദേശമാണ് സർക്കാർ പോലീസിന് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സ്പീക്കറുടെ മണ്ഡലത്തിലാണ് ഇത്രയും നിന്ദ്യമായ സംഭവം ഉണ്ടായത്. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്നും മറുപടി ഇല്ലാത്തത് കൊണ്ടുമാണ് പ്രമേയ നോട്ടീസ് പരിഗണിക്കാതിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയിലും ലോകത്ത് എല്ലായിടത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മറുപടി നൽകിയ മുഖ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് മാത്രം മിണ്ടിയില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് പോലീസ് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. സതീശൻ വിശദീകരിച്ചുകൊണ്ടേയിരുന്നു.
ഇപ്പോൾ സർക്കാർ വലിയ സംഘർഷത്തിലായിരിക്കുകയാണ്. SFIയും DYFIയും ഒക്കെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാക്കുന്നത് സർക്കാരിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന വാദമുയർത്തുന്നവരുമുണ്ട് ഇടതുപക്ഷത്ത്.